നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം, आज के हमारे विचार के विषय जो है ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധീകരണത്തെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധീകരണം സംഭവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള വിഷയത്തെ. ഇഫ് യു റിമെമ്പർ, കഴിഞ്ഞ ഞായറാഴ്ചയും അതിന് മുമ്പിലത്തെ ഞായറാഴ്ചയും ഞാൻ സംസാരിച്ച ദൈവവചനത്തിന്റെ എന്തായാലും നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി തുടർമാനമായി സംസാരിച്ചത് ദൈവവാഗ്ദത്തങ്ങളെ കുറിച്ചാണ്. അതിന്റെ അവസാനം പറഞ്ഞു നിർത്തിയത് से हम परमेश्वर के प्रतिज्ञाओं के बारे में सोच रहा था. तो उसमें सबसे लास्ट में ഒടുവിലായി പറഞ്ഞു നിർത്തിയ ദൈവവചനം, എനിക്കറിയാം നിങ്ങൾ പലരും അത് ഓർക്കുന്നില്ലായിരിക്കും. ആപ് ലോഗ് കൈ ലോഗ് യാദ് നഹീ കർത്താ ഹോഗ. എന്നാൽ അത് ഈ വാക്യമായിരുന്നു. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 2 Corinthians chapter 7 verse 1. 2 Corinthians chapter 7 verse 1. 2 Corinthians 7 अध्याय का पहला वचन. ഇവിടെ ഞാൻ വായിക്കാം. Having therefore these promises, dearly beloved, let us cleanse ourselves from all filthiness of the flesh and spirit, perfecting holiness in the fear of God. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. സോ ഹേ പ്രിയോ, जबकि ये प्रतिज्ञाएं हमें मिली है, तो आओ हम अपने आप को शरीर और आत्मा की सब मलिनता से शुद्ध करें और परमेश्वर के भय रखते हुए पवित्रता को सिद्ध करें. Perfecting holiness in the fear of the Lord. അതാണ് ഇന്നത്തെ മെസ്സേജിന്റെ തലക്കെട്ട്. Perfecting holiness in the fear of the Lord. ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. परमेश्वर के भय रखते हुए पवित्रता के सिद्ध करे. സോ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാം, പവിത്രത കെ സിദ്ധ കരെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റിംഗ് ഹോളിനെസ്, വിശുദ്ധിയെ തികയ്ക്കുക. വിശുദ്ധിയെ തികയ്ക്കുക എന്ന് പറയുമ്പോൾ നാം വിശുദ്ധിയിൽ മുന്നോട്ട് പോയി വിശുദ്ധിയുടെ തികവിലേക്ക് വരണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. परमेश्वर चाहते हैं कि हम पवित्रता में आगे बढ़ते बढ़ते पवित्रता सिद्ध हो जाना, पवित्रता में सिद्ध होने के लिए प्रभु चाहते हैं. നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ പെർഫെക്ഷനിലേക്കാണ് എന്ന എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. പ്രസ് ഓൺ ടു പെർഫെക്ഷൻ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് നാം ഹല്ലേലൂയ നാം പൂർണ്ണരാകുവാൻ അല്ലെങ്കിൽ സിദ്ധരാകുവാൻ, സിദ്ധതാക്കെ ഓർ ബഡ്ത്തെ ജാവോ, പൂർണ്ണതാക്കെ ഓർ ബഡ്ത്തെ ജാവോ, പൂർണ്ണരാകുവാൻ മുന്നോട്ട് പ്രസോൺ ചെയ്യുക അല്ലെങ്കിൽ ഉത്സാഹിക്കുക എന്ന് നമ്മൾ വായിക്കും. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയെ തികയ്ക്കാൻ. നമ്മൾ പാടാറുണ്ട്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ഹിന്ദി में मलयालम में ऐसा एक गीत है, पवित्रता का सिद्ध करके खड़ा रहे ताकि हमारे प्रभु की आगमन बहुत निकट है. Now we are going to see വിശുദ്ധി എന്തുകൊണ്ടാണ് വിശുദ്ധരാകാൻ പറഞ്ഞിരിക്കുന്നത്. Why God has called us to become holy. അതിന്റെ കാരണം number 1 is that God is holy. Exodus അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം, उसके निर्गम के पुस्तक में हम पढ़ते हैं, परमेश्वर पवित्र है इसलिए हमें पवित्रता की ओर बुलाया है. 15:11 में लिखा है. 15:11 15:11 നമ്മൾ വായിക്കുന്നു, Who is like unto thee, O Lord, among the gods? Who is like thee, glorious in holiness, fearful in praises, doing wonders? യഹോവേ, നീ ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ? ഹേ യഹോവ, देवताओं में तेरे तुल्य कौन है? तू तो पवित्रता के कारण महाप्रतापी और अपनी स्तुति करने वालों के भय के योग्य और आश्चर्य कर्म करने वाले हैं. तो इधर लिखा है
कि तुम पवित्रता में, पवित्रता के कारण महाप्रतापी है, ഗ്ലോറിയസ് ഇൻ ഹോളിനെസ്. ദൈവത്തിന്റെ പ്രത്യേകതയാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. He is so glorious being. We cannot describe him in the words of the human language. മനുഷ്യ വാക്കുകളാൽ വിവരിക്കാൻ കഴിയാതെ വണ്ണം, മനുഷ്യ ശബ്ദസേ ഉസ്കാ വർണ്ണൻ നഹീ കർ സക്താ. അതുപോലെ ഗ്ലോറിയസ് ആയ ഒരു ബീയിങ് ആണ് ദൈവം. അതായത് വിശുദ്ധിയിൽ മഹിമയുള്ളവനാണ് ദൈവം. ആ ദൈവത്തിന്റെ മഹിമയുടെ പ്രതാപമാണ് അവന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. Go to book of Isaiah, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. യെശയ്യാ का पुस्तक 6वां अध्याय, യെശയ്യാ 6वां अध्याय. ये യെശയ്യാ का दर्शन है. യെശയ്യാവിന്റെ ദർശനമാണ്. അവൻ ദൈവസിംഹാസനത്തിൽ, ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ദൈവത്തെ കാണുന്ന ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. उसका 6 के 3 में हम पढ़ते हैं. യെശയ്യാ 6वां अध्याय 6, Isaiah 6 and verse 3. ഇവിടെ നമ്മൾ കാണുന്നു ചില ജീവികളെ കുറിച്ച്. സെറാഫുകൾ അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. സെറാഫിം എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം ഫെയറി ക്രീച്ചേഴ്സ്, അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ജീവികൾ, ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ജീവികൾ എന്നാണ്. ഓ ബഹുത് തേജസ് ജ്വലൻശീൽ ഐസേ സൃഷ്ടി ഹേ സറാഫെ. ये सराफे से पूरे तरफ से चारों ओर घेर लिया हुआ परमेश्वर के सिंहासन के निकट में, ഈ ദൈവസിംഹാസനത്തിന്റെ ആ മുമ്പിലിരുന്നു കൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അവരെന്താണ് പറയുന്നത്? അവര് 6 ചിറകുള്ളവരാണ് ഈ ജീവികൾ. അതായത് 2 winged creatures are there, 4 winged creatures are there, 6 winged. 6 पंखे वाला है, 4 पंखे वाला है, और 4 चेहरे वाला है. और आप प्रकाशित वाक्य में पढ़ते हैं तो 4 चेहरे वाला है. और എസെക്കിയേൽ के पुस्तक में 1 अध्याय में लिखा है. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, 4 മുഖങ്ങളുള്ളവരാണ്. കഴുകന്റെ മുഖം, പശു കാളയുടെ മുഖം, അതുപോലെ മനുഷ്യമുഖം, സിംഹമുഖം. ഇങ്ങനെ 4 മുഖങ്ങളാണ് അവർക്കുള്ളത്. 4 faces and these creatures. ഈ ഭയങ്കരമായ ജീവികൾ അവർ 2 കൊണ്ട് തങ്ങളുടെ പാദം മൂടി, 2 കൊണ്ട് തങ്ങളുടെ മുഖം മൂടി. 2 पंखे से अपने पैर को छुपाते हैं, 2 पंखे से अपने मुंह को छुपाते हैं, और 2 पंखे से उड़ता है. 2 ചിറക് കൊണ്ട് അവർ പറന്നിട്ട് അവർ ഒരുവനോട് ഒരുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. എന്താണ് അവർ പറയുന്നത്? വാട്ട് ആർ ദേ ടെല്ലിംഗ് one to another? Praise the Lord. അവർക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. There is only one thing they are confessing day and night. रात रात और दिन वो एक ही बात को दोहराते रहता है कि सेनाओं का परमेश्वर पवित्र पवित्र पवित्र. हालेलुया. ദൈവത്തെ കാണുമ്പോഴെല്ലാം അവർക്ക് പറയാനുള്ളത് परमेश्वर को जब भी देखते हैं वो यही दोहराते रहता है, ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. हालेलुया. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും ഇതേ കാര്യം നമ്മൾ കാണുന്നു. ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അവർ ആർക്കുകയാണ്? പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. Why 3 times? 3 പ്രാവശ്യം അവർ ഇത് പറയും. എന്തുകൊണ്ടാണ്? പിതാവായ ദൈവം പരിശുദ്ധൻ, പുത്രനായ ദൈവം പരിശുദ്ധൻ, ആത്മാവായ ദൈവം പരിശുദ്ധൻ. Hallelujah. All the Godhead, Father, Son and the Holy Spirit. पिता पवित्र है, पुत्र पवित्र है, आत्मा पवित्र है. तो ये निरंतर वो बोलते रहता स्वर्ग सिंहासन के निकट में. Revelation 4:8, വെളിപ്പാട് പുസ്തകം 4:8 ഇത് തന്നെ കാണുന്നതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. 4:8 उसके 4 के 8 में जो प्रकाशित वाक्य में है वो भी वैसा है. तो अभी हम देखेंगे भजन संहिता के पुस्तक में, भजन संहिता उसकी 47 अध्याय में 47 का 8, 47:8, 47:8 നമ്മൾ വായിക്കുന്നു. God reigneth over the heathen. God sits upon the throne of his holiness. ദൈവം ജാതികളെ ഭരിക്കുന്നു. ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ ഇരിപ്പിടവും വിശുദ്ധമാണ്. ദൈവം വിശുദ്ധനാണ്. ദൈവം ഇരിക്കുന്ന ഇടവും വിശുദ്ധമാണ്. ഹല്ലേലൂയ.
जिधर इधर लिखा है परमेश्वर जाति जाति पर राज करता है, परमेश्वर अपने पवित्र सिंहासन पर विराजमान है. അപ്പോൾ ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവം ഇരിക്കുന്ന ഇടം വിശുദ്ധമാണ്, ദൈവം വസിക്കുന്ന ഇടം വിശുദ്ധമാണ്. The place God sits is also mentioned here as holy. ദൈവത്തിന്റെ പരിശുദ്ധമായ ഇടം. Psalm 60 verse 6, സങ്കീർത്തനം 60:6 നമ്മൾ വായിക്കുന്നു. 60:6 60 verse 6 ഇവിടെ ഇരിക്കുന്നു, God has spoken in his holiness. I will rejoice, I will divide Shechem and mete out the valley of Succoth. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും, ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സൂക്കോത്ത് താഴ്വരയെ അളക്കും. परमेश्वर पवित्रता के साथ बोला है, मैं प्रफुल्लित हूं, मैं शेकेम के बाढ़ लूंगा और सुकोत की तराई को नापुआऊंगा. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം തന്റെ വിശുദ്ധിയിലാണ് അരുളി ചെയ്തത്. See, God is holy. The seat where he sits is holy. ദൈവം പരിശുദ്ധനാണ്, ദൈവം ഇരിക്കുന്നിടം പരിശുദ്ധമാണ്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ പരിശുദ്ധമാണ്, ദൈവം അരുളി ചെയ്യുന്നത് പരിശുദ്ധമായ കാര്യങ്ങളാണ്. God speaks in his holiness. ദൈവം തന്റെ പരിശുദ്ധിയിലാണ് അരുളി ചെയ്യുന്നത്. Now we see in Psalm 93, हिंदी में बोला 93, भजन संहिता 93 पांचवा वचन. The testimonies of our testimonies are very sure. Holiness becometh thine house or thy temple, O Lord, forever. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. तेरी चितौनिया अति विश्वास योग्य है. हे यहोवा, तेरे भवन को युग युग पवित्रता ही शोभा देती है. പവിത്രത ഹി ശോഭ ദേത്തി ഹെ. നിന്റെ ഭവനത്തിന്, നിന്റെ ആലയത്തിന് വിശുദ്ധിയാണ് ഉചിതമായിട്ടുള്ളത്. ദൈവത്തിന്റെ ആലയവും വിശുദ്ധമാണ്. അപ്പോൾ ദൈവം വിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവം ഇരിക്കുന്ന സിംഹാസനം പരിശുദ്ധമായത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ പരിശുദ്ധമായത്, ദൈവത്തിന്റെ ആലയം പരിശുദ്ധമായത്. ये पवित्रता परमेश्वर के मंदिर आलय पूरा पवित्रता से भरा है. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഈ ജീവികൾ നിരന്തരം നിരന്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. They have nothing else to say. They continuously confess it through their mouth. ഈ ജീവികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ നമ്മളെക്കായി ശക്തന്മാരും നമ്മളെക്കായിൽ വളരെ വളരെ ശ്രേഷ്ഠന്മാരുമായ ജീവികളാണ്. നമുക്ക് അവരുടെ ഓരോരുത്തരെയും മുമ്പിരിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം शक्तनमाराय जीवी, उतना शक्तिशाली जो जीविया, जो सरापे हैं, निरंतर बोलते हैं कि पवित्र 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 परमेश्वर, क्योंकि उनके हृदय इस पवित्रता के आनंद से मगन उठता है. അവരുടെ ഹൃദയം ദൈവത്തിന്റെ പരിശുദ്ധിയുടെ ആ ആനന്ദം കൊണ്ട്, പരിശുദ്ധിയുടെ ആ വലിയ വെളിപ്പാടിനാൽ അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുകയാണ്. ദൈവത്തിന്റെ ബദലേ ദൈവത്തെ ആരാധിക്കേണ്ടത് ഇതുപോലെയാണ്. അവന്റെ വിശുദ്ധി കണ്ട് ദൈവത്തെ ആരാധിക്കണം, അവന്റെ പരിശുദ്ധി കണ്ട് വേണം അവനെ ആരാധിക്കാൻ. उसके पवित्रता को देख के उसकी आराधना करना चाहिए. Now we are thinking about our holiness or what we are becoming. എന്താണ് ഇനി നമ്മുടെ സ്വർഗീയ ലെവല് കഴിഞ്ഞു, ഇനി നമ്മുടെ ലെവലിലേക്ക് വരികയാണ്. വിശുദ്ധിയുടെ മാനുഷിക തലത്തിൽ നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ എങ്ങനെയായിരിക്കണമെന്ന് ദൈവവചനം അനുഷ്ഠിക്കുന്നു. ലേവിയ പുസ്തകം 11-ാം അധ്യായം, The Book of Levites, ലേവിയ കാ പുസ്തക്, ലേവി കി പുസ്തക് 11-ാം അധ്യായം. അവിടെയാണല്ലോ ദൈവം പ്രമാണം കൊടുക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങളുടെ പുസ്തകമാണ് ലേവിയ പുസ്തകം. ഇസ്രായേലിന് കൊടുക്കുന്ന പ്രമാണങ്ങളാണ് പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം. ഹല്ലേലൂയ. ദ പെന്ററ്റോക്ക് എന്ന് പറയുന്ന മോശയുടെ പുസ്തകങ്ങൾ, 5 ബുക്കുകൾ, ഇത് ദൈവത്തിന്റെ പ്രമാണങ്ങളുടെ പുസ്തകമാണ്. ഹല്ലേലൂയ. അതിൽ ഇതില് എക്സോഡസ് മുതലാണ് ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളുടെയും പ്രമാണങ്ങളുടെയും പുസ്തകം. Praise the Lord. So here we see Leviticus 11 and verses 44 and 45. 44-ഉം
45 വാക്യങ്ങൾ. For I am the Lord your God, you shall therefore sanctify yourselves, and you shall be holy, for I am holy. Neither shall you defile yourself with any manner of creeping thing that creepeth upon the earth. Praise the Lord. In English, for I am the Lord that brings you up out of the land of Egypt to be your God. You shall therefore be holy, for I am holy. നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച യഹോവ ഞാനാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കണം. ഹിന്ദി में क्योंकि तुम्हारा परमेश्वर यहोवा हूं, इस प्रकार के रेंगने वाले जंतुओं द्वारा तू पृथ्वी पर चलता है, अपने आप को अशुद्ध ना करना, क्योंकि मैं यहोवा हूं जो तुम्हें मिस्र देश से इसीलिए निकाल ले आया हूं कि तुम्हारे परमेश्वर ठहरूं, इसलिए तुम पवित्र बनो क्योंकि मैं पवित्र हूं. എന്താണ് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ഏറ്റവും പ്രധാനമായ വിഷയം? I am holy, therefore you be holy. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. അപ്പോൾ വിശുദ്ധരാകാനാണ് ദൈവം നമ്മെ വിളിച്ചത്. മറക്കരുത്, എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? വിശുദ്ധർ. ക്യോ ഹമേ ബുലായ कि पवित्र बनने के लिए, जैसे वो पवित्र है वैसे हम पवित्र बनने के. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം വിശുദ്ധരാകേണ്ടതിന്. പത്രോസ് അത് എടുത്തു പറയുന്നുണ്ട്. 1 പത്രോസ് 1:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ. First Peter chapter 1 verse 14 and to 16. 14 മുതൽ പത്രോസിന്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. As obedient children, not fashioning yourselves unto the former lust in your ignorance. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹിന്ദി में पढ़ेंगे. और आज्ञाकारी बालकों की नाई अपने अज्ञानता के समय की पुरानी अभिलाषाओं के सदृश न बनो, पर जैसे तुम्हारा बुलाने वाला पवित्र है वैसे ही तुम भी अपने सारे चाल चलन में पवित्र बनो, क्योंकि लिखा है कि पवित्र मैं पवित्र हूं वैसे तुम भी पवित्र बनो. Praise the Lord. Because it is written, you be holy for I am holy. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മളിപ്പോ വായിച്ചു 44 and 45. അവിടെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് അത് പത്രോസ് എടുത്തു പറയുകയാണ്. അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നാമും വിശുദ്ധരാകുവാൻ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. The book of Ephesians chapter 1 verse 4. एफेसी 1:4. उसके 4 अध्याय में 4 वचन में हम पढ़ते हैं. एफेसी का पहला 1 minute पहले का 4 वचन इधर की सारे क्या according as he has chosen us in him before the foundation of the world, that we should be holy and without blame before him in love. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. जैसा उसने हमें जगत की उत्पत्ति से पहले उसमें चुन लिया कि हम उसके निकट प्रेम में पवित्र और निर्दोष हो. क्यों हमें चुना? कि हम उसके सामने प्रेम में पवित्र और निर्दोष होने के लिए. Why God has chosen us? According as he has chosen us in Jesus Christ before the foundation of the world, that we should be holy and without blame before him in love. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരായി
നിഷ്കളങ്കരായി തീരേണ്ടതിന് നമ്മളെ അവൻ തനിക്ക് ലോകസ്ഥാപനത്തിന് മുമ്പേ തനിക്ക് പ്രിയനായവനിൽ തിരഞ്ഞെടുത്തു. മറക്കരുത്, that we should be holy before him in love. അവന്റെ സന്നിധിയിൽ വിശുദ്ധിയെ തികച്ച് സ്നേഹത്തിൽ നിൽക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. उसके सामने पवित्रता को सिद्ध करके प्यार में खड़ा रहने के लिए हमें बुलाया. यही बात हम उसके 5वें अध्याय का 27 वचन में पढ़ते हैं. 5ാം അധ്യായത്തിന്റെ 27ാം വാക്യത്തിലും ഈ കാര്യം നമ്മൾ വായിക്കും. ഇത് സഭയെ കുറിച്ചുള്ള ദൂതാണ്. നമുക്കറിയാം, ഇത് സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവ് സഭയ്ക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്? കലേസിയ के लिए क्यों मसीह ने अपने आप को दिया, ये इधर लिखा है. അവൻ അവളെ, വചന 26 onwards we'll read. അവൻ അവളെ, Jesus the church, യേശു മസീനെ अपने कलीसिया को വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹിന്ദി में पढ़ेंगे कि उसके वचन के द्वारा जल के स्नान से शुद्ध करके पवित्र बनाए और उसे एक ऐसी तेजस्वी कलीसिया बनाकर अपने पास खड़ी करे जिसमें ना कलंक, ना झुरी, ना कोई ऐसी वस्तु हो, वरन पवित्र और निर्दोष हो. That he might present to himself a glorious church, not having spot or wrinkle or any such thing, but that it should be holy and without blemish. It should be holy. पवित्र बनने के लिए हमें बुलाया है. परमेश्वर का इच्छा हमारे पवित्रता है. പവിത്രീകരൺ के द्वारा ही उसके सामने हम खड़ा रह सकता. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എങ്ങനെ വന്ന് നിൽക്കണം എന്നാണ് നമ്മൾ വായിച്ചത്. അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരായി നിഷ്കളങ്കരായി നിൽക്കേണ്ടതിന് അവരെ കളയും ചുരുക്കവുമില്ലാതെ തന്നെത്താനെ ഹല്ലേലൂയ നാം ഓരോരുത്തരും അവന്റെ മുമ്പിൽ നിൽപ്പാൻ അവൻ തന്നെത്താനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. उसने अपने आप को हमारे लिए दे दिया कि हम पवित्र बन जाने के लिए. देखिए और आगे कोलोसी के पत्र 1:22 में हम पढ़ते हैं. Colossians 1:22. No time to explain everything, so I'm just moving forward. Hallelujah. पूरा बताने के लिए समय नहीं, इसलिए जल्दी से जल्दी मैं अब जा रहा है. Praise the Lord. ഇവിടെയും അത് തന്നെയാണ് മീനിങ്. ഇത് ഓൾസോ ഫ്രം 21 onwards we'll read. 21 മുതൽ വായിക്കാം. And that you that were sometimes alienated and enemies in your mind by wicked works, yet now has he reconciled in the body of his flesh through death to present you holy and unblameable and unreprovable in his sight. ഇവിടെ എഴുതിയിരിക്കും, മുമ്പേ പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. The purpose, उसकी उद्देश्य क्या है कि हमको उसके सामने पवित्र खड़ा रखने के लिए, और उसने अब उसकी शरीर के शारीरिक देह में मृत्यु के द्वारा तुम्हारा भी मेल कर लिया, जो पहले निकाले हुए थे और बुरे कामों से हम दूर थे, ताकि तुम्हें अपने सन्मुख पवित्र और निष्कलंक और निर्दोष बनाकर उपस्थित करे. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ അവന്റെ മുമ്പാകെ നിർദോഷവും നിഷ്കളങ്കരുമായി വിശുദ്ധിയിൽ കൊണ്ട് നിർത്താനാണ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. So ultimate aim of Jesus giving his life for us is not to just redeem us. നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമല്ല യേശു തന്റെ ജീവൻ നമുക്ക് തന്നത്. हमको उद्धार करने के लिए सिर्फ नहीं, बल्कि हमको पूरा पवित्रता में उसके सामने खड़ा रहने के लिए. इसीलिए लिखा है, പവിത്രത को सिद्ध करते जाओ. വിശുദ്ധിയെ തികച്ചുകൊണ്ടിരിക്കണം. We should continue to go forward in holiness. पवित्रता को सिद्ध करते जाना. दूसरा तीमोती पहला अध्याय, 2 तीमोती 1 अध्याय उसका 9वां वचन, 9th verse. दूसरा तीमोती पहला अध्याय का 9वां वचन. Yes. Who has saved us and called us with a holy calling, not according to our works,
but according to his own purpose and grace, which was given to us in Christ Jesus before the world began. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സാറെ ഉള്ളതായ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. ജിസ്നെ ഹമാരെ ഉദ്ധാർ കിയ और पवित्र बुलाहट से बुलाया. देखिए कैसे बुलाया? पवित्र बुलाहट से. ഇതൊരു വലിയ ഹോളി കോളിംഗ് ആണ്. അതായത് കോളിംഗ് അൺ ടു ഹോളിനെസ്, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വിളിയാണ്. ദൈവം തന്റെ വിശുദ്ധിയിലാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മെ വിളിച്ചപ്പോൾ നമ്മുടെ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर चाहते हैं हम पवित्रता सिद्ध करना, उसके लिए हमें पवित्र बुलाहट से बुलाया, पवित्रता के लिए बुलाया, पवित्रता में चलने के लिए बुलाया, ताकि हम उनके सामने पवित्र बन जाए. So a holy calling, praise the Lord. So our calling is holy. And then 1 Peter chapter 2 verse 5, पहला पत्रोस दूसरा अध्याय का 5वां वचन, उसका 5वां वचन ഇവിടെ എഴുതിയിരിക്കുന്നത്, as you also as living stones are built up a spiritual house, a holy priesthood, to offer up spiritual sacrifices acceptable to God by Jesus Christ. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നപോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക विशुद्ध पुरोहित वर्गमागेंडदिന് പണിയപ്പെടുന്നു. तुम भी आप जीवते पत्थरों की नाई आत्मिक घर बनते जाते हैं, जिससे याजकों का पवित्र समाज बनकर ऐसे आत्मिक बलिदान चढ़ाओ जो यीशु मसीह के द्वारा परमेश्वर को ग्रहण योग्य है. तो हियर वी सी, हम इधर देखते हैं कि हम आत्मिक बलिदान चढ़ाने के लिए योग्य पवित्र याजक के समाज बनने के लिए. എന്തിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? വിശുദ്ധ രാജകീയ വിശുദ്ധ പുരോഹിത വർഗം ആയി തീരുവാൻ. വിശുദ്ധ പുരോഹിത വർഗം, a holy priesthood. It's also a kingly priesthood. ഇത് രാജകീയ പുരോഹിത വർഗമാണ്, പക്ഷേ ഇത് ഒരു വിശുദ്ധ പുരോഹിത വർഗമാണ്. വിശുദ്ധമായ ഒരു പുരോഹിത വർഗമായി തീരാനാണ് നമ്മളെ വിളിച്ചത്. റിമെമ്പർ, വി ആർ എ ഹോളി പ്രീസ്റ്റ്ഹുഡ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒന്നും അവര് മാത്രമല്ല വിശുദ്ധ പുരോഹിത വർഗം. या भविष्यवक्ता हो या उपदेशक हो या चरवाह हो, ये कोई नहीं, सिर्फ नहीं, बल्कि हम सब जन, हम हर एक व्यक्ति प्रभु के पवित्र याजकगण है. നമ്മളെല്ലാവരും ദൈവത്തിന്റെ വിശുദ്ധ പുരോഹിത വർഗം ആകുവാൻ വേണ്ടിയാണ് നമ്മളെ പണിയുന്നത്. അതാണ് ദൈവ ഉദ്ദേശം, that we may become holy priesthood unto the Lord. എന്താണ് പ്രീസ്റ്റിന്റെ ജോലി? What is a priest doing? എന്താണ് ചെയ്യുന്നത്? Priest is serving in the temple. ഹല്ലേലൂയ. ഒരു പുരോഹിതൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവനാണ് ദൈവം മുമ്പാകെ. അതാണ് നമ്മുടെ ജോലി. We are to stand before God and minister to the Lord. ദൈവത്തിന് ശുശ്രൂഷിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അവന് മഹത്വം കൊടുക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ജനങ്ങളുടെ നീടറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ ഒക്കെ വിശുദ്ധ പുരോഹിത വർഗമാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറക്കരുത്. हमको बुलाए हैं कि पवित्र याजक के गण बनने के लिए, उपवास करने के लिए, प्रार्थना करने के लिए, आराधना करने के लिए, स्तुति करने के लिए, प्रभु के मंदिर में उसकी हर सेवा करने के लिए हमें बुलाया. भूलो मत, हम पवित्र याजक हैं. We are a holy priesthood. Now we see we are a holy nation. 1 Peter chapter 2 verse 9. അതിന്റെ 9ാം വാക്യം, പത്രോസ് का पहला अध्याय, पत्रोस दूसरा अध्याय के 9वां वचन. Now you are a chosen generation, a royal priesthood. കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്ന kingly priesthood, a royal priesthood, a holy nation.
a peculiar people, that you should show for the praises of him who has called you out of darkness into his marvelous light. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. पर तुम एक चुना हुआ वंश और राज पदधारी याजकों का समाज और पवित्र गण या लोग और परमेश्वर के निज प्रजा हो. देखिए, पवित्र गण है या पवित्र प्रजा है. നമ്മൾ ഒരു നേഷൻ ആണ്, ഗോഡ്സ് നേഷൻ, ബട്ട് വി ആർ എ ഹോളി നേഷൻ, a holy nation, totally belonging to God. ദൈവത്തിന്റെ മാത്രം വകയായ ഒരു ഹല്ലേലൂയ വിശുദ്ധ വംശം ആയി തീരുവാൻ, വിശുദ്ധ നേഷനായി തീരാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സഹോദരന്മാരെ, ആർ വി ബിക്കമിങ് ലൈക്ക് ദാറ്റ്, a holy nation, ഒരു വിശുദ്ധ വംശം, ഒരു വിശുദ്ധ പവിത്ര हालेलुया वंश बनने के लिए हमें बुलाया है. एक पवित्र गण बनने के लिए, पवित्र लोग, परमेश्वर के पवित्र लोग बनने के लिए हमें बुलाया है. हालेलुया. So we are a holy nation. Now we see we are a holy temple. 1 Corinthians 3:17. पहला कुरिन्ती 3:17 में हम पढ़ते हैं कि हम परमेश्वर के पवित्र मंदिर है, परमेश्वर के पवित्र मंदिर है. देखिए, if any man defile the temple of God, him shall God destroy, for the temple of God is holy, which temple you are. Praise the Lord. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ, അല്ലെങ്കിൽ യഥാർത്ഥ മന്ദിരം നിങ്ങളല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. यदि कोई परमेश्वर के मंदिर को नाश करेगा तो परमेश्वर उसे नाश करेगा, क्योंकि परमेश्वर का मंदिर पवित्र है, वो तुम भी हो और तुम वैसे हो. तो हम परमेश्वर का मंदिर है. देखिए, परमेश्वर वास करने वाले मंदिर कोई हाथ से बनाए हुए मंदिर नहीं. ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആലയം കൈകളാൽ പണിയപ്പെട്ട ആലയമല്ല. Praise the Lord. കൈകളാൽ കെട്ടപ്പെട്ട ആലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. God never dwells in a temple that is created by human hands. മനുഷ്യ കൈകളാൽ നിർമ്മിതമായ ആലയത്തിൽ വസിക്കുന്നില്ല. Then why was a temple given to the Jewish people? യഹൂദന്മാർക്ക്, ഇസ്രായേൽ മക്കൾക്ക് എന്തുകൊണ്ട് ദൈവം ഒരു ആലയത്തിന്റെ പ്ലാൻ കൊടുത്ത് ഒരു ആലയം ഉണ്ടാക്കി? വരാൻ പോകുന്ന ആലയത്തിന്റെ ഒരു മാതൃക മാത്രമായിരുന്നു അത്. വരാൻ പോകുന്ന ആലയത്തിന്റെ മാതൃക, ആനെ വാലെ मंदिर का एक नमूना था वो. हमको मालूम है मंदिर को 3 भाग बना के दिया. 3 ഭാഗങ്ങളായിട്ടാണ് മന്ദിരത്തെ തിരിച്ചിരുന്നത്. There were 3 divisions. ഒന്ന്, number 1 is the outer court, പുറത്തെ പ്രാകാരം, then the inner court, അകത്തെ ആ മന്ദിരം അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരം, then the innermost court called the holiest of the holies. അകത്തുള്ള മന്ദിരത്തിന്റെ പേരാണ് പരിശുദ്ധ മന്ദിരം അല്ലെങ്കിൽ വിശുദ്ധിയുടെ മന്ദിരം. ആ മന്ദിരത്തിന്റെ ഹിരശീലയാണ് ദൈവം നീക്കിക്കളഞ്ഞത്. ഓ मंदिर का पर्दा परमेश्वर ने यीशु मसीह के मृत्यु के दिन फाड़ डाला, ताकि हमको अपने अंदर जाके आराधना कर सकते हैं. ऐसे पवित्र भजन बना दिया. पवित्रता में उसकी आराधना करने के लिए एक पवित्र जन बना के उसके मंदिर के अंदर के भाग में हमको ले आए. പഴയ നിയമ പ്രകാരമുള്ള പുരോഹിതന്മാർ എല്ലാവരും പുറം പ്രാകാരത്തിലും അതിന്റെ അകത്തുള്ള വിശുദ്ധ സ്ഥലത്ത് വരെ അല്ലെങ്കിൽ അന്തർമന്ദിരത്തിന്റെ പുറത്തു വരെ വരാം. കർട്ടനിട്ടിരിക്കുന്നവനെ അപ്പുറത്തോട്ട് പോകാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലായിരുന്നവരാരും വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ലാത്തത് കൊണ്ട് അവർക്ക് അകത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു മഹാപുരോഹിതൻ, ആ വർഷത്തെ മഹാപുരോഹിതൻ, साल में एक बार, वो साल के महायाजक सिर्फ और बकरियों का या बैलों के लहू के द्वारा अंदर के मंदिर में जस्ट जाके वो अर्पण करके बाहर आता. അത് ഓരോ ആണ്ടുതോറും ഒരിക്കൽ മാത്രം പോയി ആ രക്തം അവിടെ അർപ്പിച്ച് മടങ്ങി പോരുമായിരുന്നു. ദാറ്റ് മീൻസ് a curtain was still there. ആ കർട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ആ पर्दा उधर ही था, लेकिन यीशु के मृत्यु के दिन पर्दा फाड़ दिया और अंदर के लिए अभी हम महायाजक के ये याजकों के गण बनकर अंदर प्रवेश कर सकता है. We are the temple. Remember, നമുക്കുമുണ്ട് ശരീരം,
ദേഹി, ആത്മാവ്. ത്രീ. ശരീരത്തിൽ പുറത്തുള്ള സേവയുണ്ട്, ശരീർ കി സേവ ഹൈ. പിന്നെ നമ്മുടെ പ്രാണൻ കൊണ്ട് സേവിക്കുന്നുണ്ട്. മെനി ഓഫ് ദ വർഷിപ്പ് ഈസ് ഓൺലി സോളിഷ് വർഷിപ്പ്. സോളിഷ് എന്ന പദം ഇംഗ്ലീഷിൽ ഇല്ല, പക്ഷെ ഗ്രീക്കിലുണ്ട്. ഹല്ലേലൂയ. സോളിഷ്, സൈക്കോയ്, ഹല്ലേലൂയ. സൈക്കോസ് എന്ന് പറയുന്നത് സോളിനെ കുറിക്കുന്നു. അപ്പോ നമ്മുടെ പ്രാണനിൽ ആരാധിക്കാൻ പറ്റും, സ്തുതിക്കാൻ പറ്റും, ആവേശത്തോടെ ആരാധിക്കാം. പക്ഷേ ആത്മാവിൽ സ്തുതിക്കുക, ആരാധിക്കുക എന്ന് പറയുന്നത് അന്തർമന്ദിരത്തിലേക്ക് കടക്കുന്ന പോലെയാണ്. ഇത് ദൈവം നമ്മളെ മനസ്സിലാക്കാൻ കൂടെയാണ് അങ്ങനെ ഒരു മന്ദിരം കൊടുത്തത്. അതിന്റെ ശേഷം നമുക്കറിയാം മന്ദിരം പിന്നെ ഇല്ല. ആലയനയെ तो हम उस पवित्र मंदिर है, ये भूलो मत. कौन है मंदिर? हम परमेश्वर के मंदिर है. നാം ദൈവത്തിന്റെ മന്ദിരമാണ്, വിശുദ്ധ മന്ദിരമാണ്. Then we come to Revelation 22 and verse 11 we know. Sorry, Ephesians 2:21 we will read. Ephesians 2:21. Then we will go to Revelation 22. എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 21. एफेसी 2:21 ഇതിലേക്കായ അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. In whom all the building, that is the church, fitly framed together grows into a holy temple in the Lord. Individually we are the temple of God. വ്യക്തിപരമായി നാം ദൈവത്തിന്റെ മന്ദിരമാണ്. എങ്ങനെ അറിയാം? പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണെന്ന് ദൈവവചനം നമ്മളോട് കുറിച്ച് പറയും. We are the temple because the Holy Spirit comes and dwells in us. पवित्र आत्मा हमारे में वास करते, हम परमेश्वर का मंदिर बन गया वैयक्तिक जीवन रीति. लेकिन इधर कलेक्टिवली एज अ चर्च, कलेसिया मिलकर हम परमेश्वर का मंदिर है. The temple of God is the church. See, അതിന്റെ മോൾ ഭാഗം മുതൽ വായിച്ചാൽ നമുക്കറിയാം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മെ പണിയുന്നു. तो प्रेरितों और भविष्यवक्ताओं इसे नेव के ऊपर हमको बांधा गया है. और लिखा है कि सारे रचना एक साथ मिलकर प्रभु में एक पवित्र मंदिर बनती जाती है. അത് ഒന്നിച്ച് ചേർന്ന് നാം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാകുവാൻ പണിയപ്പെടുന്നു. We are being built as a temple of the living God. जीवित परमेश्वर के पवित्र मंदिर बनने के लिए हमें बांधा जा रहा है. നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ദൈവത്തിന് മന്ദിരമാകാനാണ് എല്ലാ കല്ലുകളും. പത്രോസ് പറഞ്ഞു, ഓർക്കണം, പത്രോസിനെ ക്യാ കഹാ? ഹല്ലേലൂയ. ആസ് എ ലിവിംഗ് സ്റ്റോൺ, ജീവനുള്ള കല്ലുകളായി നാം അവന്റെ അടുക്കൽ വന്നിട്ട്, because he is a living stone, he is also the cornerstone, he is the head of the cornerstone. അവനാണ് മൂലക്കല്ലിന്റെ പ്രധാന കല്ല്. He is the main cornerstone on which everything stands. അതെല്ലാം, എല്ലാ കല്ലുകളും അതോട് ചേർന്നാണ് പണിയുന്നത്. And we are also built together as compactly joined together. എല്ലാവരും ചേർന്ന് ഒരു കമ്പാക്റ്റായ പണി, ഒരു അതായത് ഒരൊറ്റ കല്ല് പോലും അകന്നിരിക്കുകയോ മാറിയിരിക്കുകയോ വ്യത്യസ്തപ്പെട്ടിരിക്കുകയോ ചെയ്യാതെ ആ തൂക്കുകട്ട പിടിച്ചു നോക്കുമ്പോൾ എല്ലാ കല്ലും ഒരുപോലെ ഇരിക്കുന്ന അനുഭവത്തിൽ ഒരു ऐसे प्लम्ब लाइन जो डालेंगे तो बांधकाम करने वाले मिस्त्री को पूछा तो मालूम है वो लेवल ठीक है क्या, देखते देखते बांधकाम करते हैं. वैसे നമ്മുടെയും ജീവിതം ഒരുമിച്ച് ചേർത്ത് പണിയുക. ഒരിറച്ചക്കല്ലാകരുത്, ഒരു ജോയിന്റ് ചെയ്യുന്ന കല്ലാകും. हम एक ठोकर का पत्थर नहीं बनना, एक ऐसे जुड़ने वाला पत्थर बनना. भाई से जुड़ने वाला पत्थर. സൗരന്മാര് ജോയിൻ ചെയ്താണ് പണിയുന്ന കർത്താവ്. ആ പണിയിലാണ് ദൈവം വസിക്കുന്നത്. ഏങ്കോണിച്ചുള്ള പണികളിലോ മൂർത്തുമൊഴിച്ച പണികളിൽ ദൈവം വസിക്കത്തില്ല. ഇറ്റ് ഷുഡ് ബി എ ഹോളി ടെമ്പിൾ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ മന്ദിരമാകാൻ നാം പണിയപ്പെടുന്നു. Revelation 22 verse 11. വെളിപ്പാട് उसके 22 अध्याय प्रकाशित वाक्य 11 पदം पढ़ेंगे. This we know. ഇത് അവസാനമായി കർത്താവ് പറഞ്ഞു നിർത്തുന്ന കാര്യമാണ്. യോഹന്നാനോട് പറയുകയാണ്, പുസ്തകം മുദ്രയിടരുത്. യോഹന്നാക്കോ कहते पुस्तक को मुद्रा ने इसको छापा मत मारना, मोहर मत मारना. जो अनीति कर रहा है वो अनीति करने दो. Who is he who is unjust, let him be unjust still, and he who is filthy, let him be filthy still, and he that is righteous, let him be righteous still, and he that is holy, let him be holy still. And
അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ विशुद्धीകരിക്കട്ടെ. Praise the Lord. हिंदी में लिखा है, जो अन्याय करते हैं वो अन्याय ही करता रहे, और जो मलिन है वो मलिन बना रहे, और जो धर्मी है वो धर्मी बना रहे, और जो पवित्र है वो पवित्र बना रहे. ഇവിടെ കർത്താവ് അനുവാദം കൊടുക്കുകയല്ല അനീതി ചെയ്യുന്നവനും അഴുക്കാടുന്നവനും ഒക്കെ ഇനി അഴുക്കാടിക്കും എന്നുള്ള പെർമിഷൻ അല്ല. You want to go ahead, go ahead. God is telling, okay, if you want to live in your uncleanness, okay, hallelujah, तुम अनीति में करना है, समय काल ज्यादा नहीं, कर लो, hallelujah, क्योंकि न्याय का दिन आने वाला है. तो अनीति करने वाले तुम अनीति करो, और अन्याय करने वाले तू अन्याय करो. अनीति എന്നവൻ അനീതിയായിട്ട് അടുക്കുള്ളവരടക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? hallelujah, നീതിമാൻ ഇനിയും नीति ചെയ്യട്ടെ, धर्मी और धर्म के काम करते रहना, और जो पवित्र है अपने आप को पवित्र करते जाना. Let him be holy still. That is perfecting holiness. Let him be holy still in every walk. Let him be continuously holy, holy, holy still. അവൻ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാൻ ഇനി അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്താണ് അടുത്ത വാക്യം നോക്കിയേ? Behold, I am coming quickly. ഇതാ ഞാൻ വേഗം വരുന്നു, ജൽദി മേ ആനെ വാലാ ഹൈ. एक एक को अपने कामों के अनुसार देने के लिए പ്രതിഫൽ मेरे पास है. അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുവാൻ തക്കവണ്ണം പ്രതിഫലം എന്റെ പക്കലുണ്ട്. God is coming. परमेश्वर आ रहा है, यीशु मसीह आ रहा है. मैं शीघ्र आने वाला हूं, और हर एक के कामों के अनुसार बदला देने के लिए प्रतिफल मेरे पास है. If your work is good, if you have been doing good, तो आप भलाई काम करते रहे, नीति करते रहे, अपने आप को पवित्र करते रहे, प्रतिफल जरूर पाओगे. प्रभु आने वाला है, प्रतिफल लेके आएगा, प्रतिफल लेके आएगा, दंड लेके आएगा. जिसको प्रतिफल नहीं मिलता, जिसको प्रभु अप्रूव नहीं करेगा, उसको न्याय के दंड जरूर होगा. So we have to clean our, continuously become more and more holy, और पवित्र बनना, और पवित्रता में चलना. दूसरा पत्रुस 3 अध्याय का 11 पद भी हम पढ़ेंगे. दूसरा पत्रुस 3 अध्याय का 11 पद. 2 Peter 3rd chapter and verse 11. Seeing then that all these things shall be dissolved, what manner of persons ought you to be in all holy conversation and godliness? ഇങ്ങനെ ഇവയൊക്കെയും അഴിയാനുള്ളതാകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. तो जबकि ये सब वस्तुएं इस रीति से पिघलने वाली है, तो तुम्हें पवित्र चाल चलन और भक्ति में कैसे मनुष्य होना चाहिए. कैसा मनुष्य होना चाहिए? पवित्रता में और भक्ति में कैसे मनुष्य होना चाहिए. ഭക്തിയിലും ഹല്ലേലൂയ നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും, മലയാളത്തിൽ 12ാം വാക്യമാണ്, വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. That how much holiness you should be, you should walk in all holiness. That holy conversation എന്ന് പറഞ്ഞാൽ conduct, holy conduct. The old English is conversation, it is conduct. Even in your conversation also you must be holy. നമ്മുടെ വാക്കുകളിൽ പോലും നമ്മൾ വിശുദ്ധരായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധിയാണ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. God will never bring his standard down to our level. ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് മനുഷ്യർക്ക് വേണ്ടി കുറയ്ക്കത്തില്ല. നാം അവന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. हम उसके पवित्रता के उस लेवल तक, उस सीने तक, उस जगह तक पहुंचना चाहिए. उतना तक हम बढ़ते जाना जरूरत है. यही परमेश्वर का इच्छा है, हम पवित्र बनकर उसके समान बनना. क्योंकि परमेश्वर का राज्य पवित्र राज्य है, उसके सिंहासन पवित्र सिंहासन है, उसके वचन पवित्र वचन है, और उसके मंदिर पवित्र मंदिर है. हालेलुया. जो कुछ बनाएंगे अभी, नया आकाश और नया पृथ्वी,
वो सब पवित्रता से भरा हुआ रहेगा. ദൈവം ഉണ്ടാക്കുവാൻ പോകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിൽ വസിക്കുന്നവരും ഒരു കാര്യം അവരെ കുറിച്ച് പറയാനുള്ളത്, അവർ വിശുദ്ധരായിരിക്കും. They shall be a holy nation to him. അവർ വിശുദ്ധ ജനമായിരിക്കും, വിശുദ്ധ പുരോഹിതരായിരിക്കും, ദൈവത്തിന്റെ വിശുദ്ധ ആലയമായിരിക്കും, ദൈവത്തിന്റെ നഗരം വിശുദ്ധമായിരിക്കും. परमेश्वर का नगर भी पवित्र है, परमेश्वर का राज्य भी पवित्र है. अनीति करने वाला उसमें प्रवेश नहीं करेगा, अधर्म करने वाला उसमें प्रवेश नहीं करेगा. हालेलूया. ദൈവത്തിന്റെ ഭവനത്തെ രാജ്യത്തെ കുറിച്ച് വായിക്കുന്നത്, നഗരത്തിൽ കടക്കണമെങ്കിൽ വിശുദ്ധൻ മാത്രമേ അതിൽ കടക്കുകയുള്ളൂ. ഒരു അനീതി പ്രവർത്തിക്കുന്നവനും ഒരു അശുദ്ധനും അതിൽ കടക്കത്തില്ല. No one who does wickedness or iniquity or live in unholy things, unholy practicing unholy things will never enter into that holy city. Hallelujah. So let us remember, brothers and sisters, before I go into the next one, I think we should take a little time to meditate on the things what we heard. ദൈവത്തിന്റെ വിശുദ്ധി, ദൈവം വിശുദ്ധനാണെന്ന തിരുവെഴുത്ത് നമ്മെ വീണ്ടും വീണ്ടും ഓർപ്പിക്കും. परमेश्वर पवित्र है, हमको बार बार दोहराते देता है कि परमेश्वर पवित्र, उसी के स्वभाव है. His nature is God is holy, and he, because the heaven is full of holiness and every beings cry out the holiness of God. ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് ആ ദൂതന്മാർ ആർത്തു വിളിച്ച് ഒരുപോലെ അവര് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ച നമ്മൾ കാണും. സ്വർഗം തുറക്കുമ്പോഴൊക്കെ, whenever the heavens open, कभी भी जो स्वर्ग खुला जाता है तभी सब, and all the time we see the angels worshiping God, telling holy 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 the Lord God Almighty, who is and who was and who is and who is to come. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ പരിശുദ്ധനായ ദൈവത്തെ അവര് വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് അവർ ആർത്ത് ദിനവും രാത്രിയും പകലും ഒരുപോലെ അവർ ആർക്കുക. അല്ലെങ്കിൽ continuously they are worshiping, continuously they are proclaiming the holiness of God. ആ പരിശുദ്ധിയുടെ ഭാഗമാകാനാണ് वो पवित्रता के भाग बनने के लिए परमेश्वर ने, ये पवित्र परमेश्वर ने हमें बुलाया है. हमने पत्रोस के पत्र में भी पढ़ा, लेवी के पुस्तक में भी पढ़ा, जैसे मैं पवित्र हूं वैसे तुम भी पवित्र बनो. Then just as I am holy, God said be ye holy. Will we confess? Now there are other things. വിശുദ്ധീകരണമുണ്ട്. നമുക്ക് we will continue that later on because I want to close it. I don't want it to be a long message, so some people may not be able to digest everything. सबको digestion का problem आ जाएंगे, इसलिए मैं इधर रुकता हूँ कि ये थोड़ा सा वचन आप याद करना. रेफरेंस अभी चाहिए तो आपको YouTube में देखना है तो मिलेगा. ഇതിന്റെ യൂട്യൂബിൽ ഈ ഇത് നമ്മുടെ സൗരന്മാർ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് കാണാം. അതിന്റെ ലിങ്ക് അയച്ചു തരാം. എന്നാൽ നമ്മൾ ചെയ്യാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ പാതയെ പിന്തുടരുക. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. അടുത്ത നമ്മുടെ സബ്ജക്ട് സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ടു ബിക്കം ഹോളി, അല്ലെങ്കിൽ വിശുദ്ധർ ആകുക. വിശുദ്ധീകരണം എന്നാണ് ആ പദത്തിന്റെ മലയാളം അർത്ഥം. സാങ്ക്ടിഫിക്കേഷൻ, ടു ബിക്കം സെയിന്റ്സ് ഓർ ടു ബിക്കം ഹോളി. ഒരേ വാക്കാണ് holiness, sanctification, to become holy. अरे पवित्र बनना और उनके पवित्रता के उसमें सहभागी होना. ये अगले हफ्ते में प्रभु का इच्छा है तो हम देखेंगे. हमारे आंख बंद करके एक निमिष हम प्रार्थना करेंगे. Let us